ഹലോ, അസ്സലാമു അലൈക്കും. എസൈലിൻ കൊച്ചറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ക്രോഷയുടെ ബേസിക് സ്റ്റിച്ചായ സിംഗിൾ ക്രോഷയും അതിൻ്റെ ഷോർട്ട് ഫോമും അതിൻ്റെ സിമ്പിൾസും നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഒരു സ്ലിപ്പ് നോട്ട് ഇടുക, ചെയിൻ സ്റ്റിച്ച് ഇടുക, ഇനി ഈ ഫസ്റ്റത്തെ ചെയിന് ഒഴിവാക്കിയിട്ട് രണ്ടാമത്തെ ചെയിനിലോട്ട് ഹുക്കിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് തന്നെ വലിക്കുക. അപ്പോൾ ഇവിടെ കാണുന്ന ഈ രണ്ടെണ്ണത്തിന് ലൂപ്പ് എന്ന് പറയുക. ഇത് ലൂപ്പ് എന്നാണ് പറയുക. ഇപ്പോൾ ഇവിടെ 2 ലൂപ്പുണ്ട്. ഒന്നുകൂടി യാൺ ഓവർ ചെയ്തിട്ട് ഇങ്ങോട്ട് വലിക്കുക. ഇതിന് സിംഗിൾ സ്റ്റിച്ച് എന്നാണ് പറയുക. ഓരോ ചെയിനിൻ്റെ ഉള്ളിൽ കൂടിയും ഹുക്ക് എടുക്കുക, ഒന്ന് ചുറ്റിയിട്ട് വലിക്കുക. ഇതിന് സിംഗിൾ സ്റ്റിച്ച് എന്നാണ് പറയുക. ഒരു ഡയഗ്രാം നോക്കിയിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. നമുക്ക് ഈ സിംഗിൾ സ്റ്റിച്ചിൻ്റെ ഷോർട്ട് ഫോമും അതിൻ്റെ സിമ്പലും ഒന്ന് നോക്കാം. ഇതിന് സിംഗിൾ സ്റ്റിച്ച് എന്ന് പറയും, സിംഗിൾ ക്രോഷ എന്നും പറയും. ഇതിൻ്റെ ഷോർട്ട് ഫോം വരുന്നത് SC എന്നാണ്. സിമ്പിൾ വരുന്നത് പ്ലസ് എന്നും വരും, അല്ലെങ്കിൽ ഒരു ഇൻറ്റു മാർക്കും വരും. നമുക്ക് ഇങ്ങനത്തെ ഒരു ഡയഗ്രാം കണ്ടാൽ അതെങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. ഇതിൽ ഈ കാണുന്നതാണ് ചെയിൻ സ്റ്റിച്ച്, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതിൽ 10 ചെയിൻ സ്റ്റിച്ചാണ് ആദ്യം ഉള്ളത്. എന്നിട്ട് മുകൾക്ക് ഒരു ചെയിൻ സ്റ്റിച്ച്, പിന്നെ ഇത് സിംഗിൾ ക്രോഷേ, ഒരു ചെയിൻ സ്റ്റിച്ച്, സിംഗിൾ ക്രോഷേ, 10 സിംഗിൾ ക്രോഷേ ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് 10 ചെയിൻ സ്റ്റിച്ച്, പിന്നെ മുകൾക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് മേലെ വന്നതാണ്. പിന്നെ 10 സിംഗിൾ സ്റ്റിച്ച്, ഒരു ചെയിൻ സ്റ്റിച്ച്, 10 സിംഗിൾ സ്റ്റിച്ച്, പിന്നെ മുകൾക്ക് ഒരു ചെയിൻ സ്റ്റിച്ച്. അങ്ങനെയാണ് പോണത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇതൊന്ന് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു നോട്ട് ഇടുക. ഇനി 10 ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കാനുള്ളത്. പത്ത് ചെയിൻ സ്റ്റിച്ച് ഇട്ട് എന്നിട്ട് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി ഇടുക. അപ്പോൾ ഈ മുകൾക്കുള്ള ഒരു ചെയിൻ സ്റ്റിച്ചായി. എന്നിട്ട് ഈ 10ാമത്തെ ചെയിൻ സ്റ്റിച്ചിലേക്കാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കേണ്ടത്. ഒന്ന് ചുറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി വലിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെയാണ്, ഫസ്റ്റ് നമ്മൾ ചെയ്തില്ല അതുപോലെ തന്നെ. അങ്ങനെ 10 സിംഗിൾ ക്രോഷ, 10 ചെയിനിലും 10 സിംഗിൾ ക്രോഷ ചെയ്ത് കൊടുക്കാം. പത്ത് സിംഗിൾ ക്രോഷ ആയിട്ടുണ്ട്. ഇനി നമുക്ക്
ഇപ്പം നമ്മൾ ഈ ഒരു വരി ഫുള്ളായിട്ട് കഴിഞ്ഞ് ഇന്ന് നമുക്ക് അടുത്തത് ഈ വരിയാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടാം, ഒരു ചെയിൻ സ്റ്റിച്ച് ഇടാം. എന്നിട്ട് ഇതിനൊന്നിങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് ഈ കാണണത് ഒരു സിംഗിൾ ക്രോഷയാണ്. അപ്പോൾ അതിൻ്റെ നേരെ മേലേക്ക് നമ്മൾ ചെയ്ത ഒരു ചെയിൻ സ്റ്റിച്ച് ഒരു സിംഗിൾ ക്രോഷായിട്ട് കണക്കാക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള സിംഗിൾ ക്രോഷൻ്റെ മുകളിലാണ് അടുത്ത സിംഗിൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനിയുള്ളത് മുകൾക്ക് ഒരു ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടാം. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റിച്ചിന് നേരെയാണ് ഇപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ടിരുന്നത്. അപ്പോൾ ഇനി ഇവിടെ കൊടുക്കണ്ട, അടുത്തതിൽ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡയഗ്രാം കണ്ടാൽ അത് നമ്മൾ എഴുതി വയ്ക്കുക, എന്നിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മുകൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ ഈ 2 വരി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്ത പാർട്ടായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.